കേക്കച്ചന്റെ അൾട്രാവയലറ്റ് മണി പോലീസിന്റെ ഇടിയേക്കാൾ എത്രയോ ഭീകരം. മോനെ കേക്കച്ച, ഒതുക്കേശ, പിണറായി പോലീസിന്റെ കുനിച്ചു നിർത്തിയുള്ള ഇടിയേക്കാൾ എത്രയോ മാരകമായിരുന്നു രാഹുലിനെതിരെ നീ നടത്തിയ അടിയിൽ കൂടിയുള്ള അൾട്രാവയലറ്റ് മണി. ഹൈക്കമാൻഡർ കോവാലന്റെ കുറ്റിച്ചൂൽ കേക്കച്ചന്റെ തരവഴികൾ മനസ്സിലാക്കിയ കോൺഗ്രസ് അനുഭാവികളുടെ പ്രതികരണം തുടരുന്നു. മിഷൻ 60 12ാം ദിനത്തിൽ ഐറ്റ് ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. ഇന്ന് ചവറയിൽ നിന്നും പ്രസാദ് സംസാരിക്കുന്നത് കേൾക്കുക. നമസ്കാരമുണ്ട് സാറേ, സുനിൽ സാറേ. എന്റെ പേര് ബി പ്രസാദ്, ചമ്പോളിൽ വീട്, പുത്തന്ത്ര പിഒ, നീണ്ടകര, കൊല്ലം. ഞാൻ 20 വർഷത്തിന് മുമ്പ് നീണ്ടകരയിലെ ഒരു കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിനുള്ള കാരണങ്ങളും കാരണക്കാരും ഒക്കെ എന്താണെന്ന് എന്റെ നിഗമനത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ മൊണ്ണയ്ക്കാണ് റോള്. ഈ മൊണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കേണ്ടത്. ഈ മൊണ്ണയായ ഈ KPCC പ്രസിഡന്റിനെ നമുക്ക് ആവശ്യമില്ല. അരമനക്കുണ്ടനെ നമുക്ക് ആവശ്യമില്ല സാർ. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജനപിന്തുണ ഉള്ളത് വളരെ ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടം ഇല്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് ഇനി പച്ച പിടിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഈ VD സതീശനെ നേരത്തെയൊക്കെ പലരും മറ്റേ RSSന്റെ യോഗത്തിൽ പോയി തിരികൊളുത്തിയ സംഭവങ്ങളൊക്കെ ഇന്ന് നമുക്ക് ചിന്തിച്ചെടുക്കുമ്പോൾ വളരെ പ്രസക്തമായി വളരെ ബോധ്യപ്പെടുന്ന ചില രാഷ്ട്രീയ നിഗൂഢതകൾ ഇവിടെ ബാക്കിയുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ സഖ്യം, അതായത് ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധി നടത്തിയ പ്രക്ഷോഭണത്തില് പരിപാടിയില് ഈ കേരളത്തിൽ നിന്നും ഈ ഒരേ ഒരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പങ്കെടുത്തിട്ടില്ല. ഇവിടെ സാറേ, ഞാനൊരു കാര്യം തുറന്നു പറയാണ്. രമേശ് ചെന്നിത്തല, ഈ പറയുന്ന KC വേണുഗോപാൽ, ഈ പറയുന്ന VD സതീശൻ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, കേരളത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങി വരുന്നത്. പിണറായി വിജയന് ഉറപ്പായിട്ടും അറിയാം, ഇനി ഒരിക്കലും പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇത് BJPക്ക് അനുകൂലമാക്കിയെടുക്കുന്ന സാധ്യത വളരെ കൂടുതൽ ഇവിടെ കാണുന്നത്, മുൻപൊക്കെ കോൺഗ്രസില് നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഭൂരിപക്ഷവും കോൺഗ്രസിലായിരുന്നു. എന്നാൽ ഇന്ന് BJP കേരളത്തിൽ നേടിയിട്ടുള്ള അവരുടെ ഒരു മുന്നേറ്റത്തിൽ വളരെ കൂടുതൽ ആൾക്കാർ പിന്തുണച്ചിരിക്കുന്നത് നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നിൽക്കുന്നത് ഈ പറയുന്ന KC വേണുഗോപാൽ, ഈ പറയുന്ന VD സതീശൻ, ഈ പറയുന്ന രമേശ് ചെന്നിത്തല. ഞാൻ ഇന്നലെ കണ്ടു സാറേ, ഓണാഘോഷത്തിന് രമേശ് ചെന്നിത്തലയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ രമേശ് ചെന്നിത്തല ചെല്ലുമ്പോ രമേശ് ചെന്നിത്തലയുടെ ആൾക്കാർ, ബന്ധുക്കളെല്ലാം അവർ അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരു ഗ്ലാസ് ചായക്ക് പോലും പണിയെടുക്കാത്ത ഈ ഇവന്മാരൊക്കെ ഇന്ന് നേടിയ സകല സൗഭാഗ്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ജീവൻ കൊടുത്ത് ഇന്നും കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട പാവങ്ങളെ രാഷ്ട്രീയത്തിന്റെ മറവിൽ ചൂഷണം ചെയ്ത് ജീവിതത്തിൽ എല്ലാം നേടിയവന്മാർ ഇപ്പോഴും തലമുടി കറുപ്പിച്ചും താടി കറുപ്പിച്ചും ഫേഷ്യൽ ചെയ്തും ബ്യൂട്ടി പാർലറിൽ കയറിയും ഇവനൊക്കെ ഈ അണിഞ്ഞൊരുങ്ങി വരുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം എന്ത് കാര്യത്തിനാണ്. അതുകൊണ്ട് പിണറായി വിജയന് അനുകൂലമായി ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അപകടകരമായ ഒരു ചിന്ത പിണറായി വിജയൻ അറിയാം. ഉറപ്പായിട്ടും പിണറായി വിജയന് ഇനി മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. എന്നാൽ കോൺഗ്രസിന് ഇവിടെ വരാൻ പാടില്ല. ഇവിടെ ഒരുക്കുന്നത് BJPക്ക് വർഗീയ രാഷ്ട്രീയ കളമൊരുക്കുകയാണ് ഈ പറയുന്ന VD സതീശനും, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും, ഈ പറയുന്ന KC വേണുഗോപാലും. ഇവർക്ക് 3 പേർക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കുന്ന ഒരു മൊണ്ണയായ ഒരു KPCC പ്രസിഡന്റിനെ എടുത്തു വെച്ചത് എപ്പോഴൊന്ന് ആലോചിക്കണം. സുധാകരൻ ചേട്ടൻ കോൺഗ്രസിന്റെ നട്ടെല്ലാണ് ഇപ്പോഴും. കണ്ണൂർ എന്ന രാഷ്ട്രീയ ക്രൂരമൃഗമടയിലെ ആ ക്രൂരന്മാരെ ഈ ജീവിതകാലം അത്രയും നേരിട്ട സുധാകരേട്ടനെ എന്ന് മാറ്റി
അന്നവൻ പത്രസമ്മേളനത്തിൽ ഈ വി ഡി സതീശൻ മൈക്ക് തട്ടി KPCC പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ മുമ്പിൽ ധിക്കാരം കാണിച്ച വി ഡി സതീശന് അന്ന് ഇവിടെ കോൺഗ്രസിന് നേതൃത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഈ വി ഡി സതീശനെ അവിടെ വെച്ച് പുറത്താക്കണമായിരുന്നു. അപ്പോൾ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും പിള്ള ന്യായം കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നതെങ്കിൽ വളരെ വ്യക്തമായി അറിയാം, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അനിയൻ നായർ സമുദായത്തിൽപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് വർഗീയതയാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു മാറ്റമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കുന്ന ഈ നാട്ടിൽ ലോകത്തുള്ള ഒരു മലയാളി പോലും വിശ്വസിക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇഷ്ടപ്പെടാത്തത്, വെള്ളാപ്പള്ളിയെ എതിർക്കുന്നതും ഈഴവ സമുദായത്തിലുള്ളവരെയാണ്. ഉള്ളവർ തന്നെയാണ് വെള്ളാപ്പള്ളിയെ എതിർക്കുന്നത്. ആ വെള്ളാപ്പള്ളിയും ഈ പറയുന്ന പിണറായി വിജയനും ഒരു കാരണവശാലും പിന്തുണയ്ക്കാത്ത ജനങ്ങളുടെ മനസ്സിൽ ഇവിടെ ഇപ്പൊ കാണുന്നത്, കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്കും അധികാരത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഈ പറയുന്ന ഈ KC വേണുഗോപാലും ഈ രമേശ് ചെന്നിത്തലയും ഈ വി ഡി സതീശനും ഈ നാടിനെ, ഈ കേരളത്തിനെ, എല്ലാ മതവിശ്വാസികളും നാനാജാതി മതസ്കരും ഈ ഓണത്തിനും പെരുന്നാളിനും ഒക്കെ എല്ലാ വിശേഷങ്ങൾക്കും തോളിൽ കൈയിട്ട് ഇന്നും അടിയുറച്ച് മതേതരത്തിൽ പോകുന്ന ഈ കേരളത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, വർഗീയതയ്ക്ക് വളവിട്ട് കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് നായരായിട്ടല്ല ഇന്ന് ജനം. അത് സാറിന്റെ ഈ പരിപാടിയിൽ സാറ് ഓരോ ദിവസവും എത്രണ്ണം വീതം നടത്തുന്നു, അതിനകത്തൊക്കെ അഭിപ്രായം പറയുന്ന ജനവിഭാഗത്തിന്റെ, അവരുടെ സമുദായത്തിന്റെ, അവരുടെ വിഭാഗത്തിന്റെ കണക്കൊന്നെടുത്തു നോക്ക്. ഇന്ന് കേരളത്തിൽ ഒരു സർവേ നടത്തട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണോ ജനപിന്തുണയുള്ളത്? ഈ പറയുന്ന വി ഡി സതീശന് വേണ്ടിയാണോ? ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണോ? ഈ പറയുന്ന KC വേണുഗോപാലിന് വേണ്ടിയാണോ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ? 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ KSUവിന്റെ പ്രസിഡന്റായി സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുമ്പോൾ അവൻ വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലാക്കാനും കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂളിൽ പഠിച്ചപ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഈ അപഖ്യാതി പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നതിന്റെ പിന്നിൽ അന്വേഷിക്കേണ്ടത് വി ഡി സതീശന്റെ CPM കുടുംബവും ഈ രണ്ടാം സരിത എന്ന് പറയുന്ന ഈ പെണ്ണിനെയും അവളുടെ വീട്ടിലെ ബന്ധവും എത്രമാത്രം നിഗൂഢതയുള്ളതാണെന്ന് വി ഡി സതീശന്റെ വാക്കുകളും ആ പെണ്ണിന്റെ വാക്കുകളും ആ കേക്ക് വെച്ച് കൊടുക്കലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണിന്റെ തന്ത അച്ഛനെന്ന് പറയുന്നവനെ കേരളത്തിൽ അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ വരെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത്രയധികം വിവാദമുണ്ടാക്കിയിട്ട് ഇന്നും ലോകമെമ്പാടും കേരളമെമ്പാടും കളിച്ച് ചിരിച്ച് തത്തിക്കളിച്ച് ഇങ്ങനെ നടക്കുന്ന ആ പെണ്ണിനൊരു തന്തയും തള്ള ഉണ്ടെങ്കിൽ ഈ തന്തയും തള്ളയ്ക്ക് ഒരു അഭിപ്രായം ഇപ്പൊ പറയാവോ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ? എന്റെ മകളെ ഇന്നതുപോലെ രാഹുൽ മാങ്കൂട്ടം ഇന്ന രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ടെന്ന് ആദ്യമായിട്ടൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പുറത്തു പോയി ആരുടെയും കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു അപവാദം, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ വന്ന അമ്മയോട് പറയും, ആ അമ്മ അച്ഛനോട് പറയും. ഈ പറയുന്ന പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവരുടെ വീട്ടിൽ അവതരിപ്പിക്കാതെ ഈ പറയുന്ന വി ഡി സതീശനോട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആദ്യം ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആരുടേതാണ്? പറയപ്പെടുന്ന CPM നേതാവെന്ന് പറയുന്നവൻ്റെതാണോ അതോ വി ഡി സതീശന്റേതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ പേര് B പ്രസാദ്. ഞാൻ നീണ്ടകര പഴയ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു, കോൺഗ്രസിന്റെ
ഞാൻ 20 വർഷമായി കോൺഗ്രസിൽ ഇല്ല. പക്ഷെ എന്റെ മനസ്സിൽ കോൺഗ്രസ് എന്നും മരിക്കുവോളം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനോട് അഗാധമായ ബന്ധം മനസ്സിലുണ്ട്. പക്ഷെ ഈ കാണുന്നത് എന്താണ് സാറേ? നമ്മുടെ നാട് നശിച്ചു, എല്ലാ വിധത്തിലും നശിച്ചു. ഇവിടെ പത്രക്കാരുണ്ട്, മാധ്യമ പ്രവർത്തനമുണ്ട്, ദൃശ്യമാധ്യമമുണ്ട്, മൈക്കും സെറ്റും എല്ലാം കൊണ്ട് നടക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 50 രൂപയ്ക്ക് വേണ്ടി കോഴിക്കോട് മിഠായി തെരുവിൽ സ്ത്രീകളെ അന്വേഷിച്ച് നടന്നവൻ മന്ത്രി. അവന് വിജയന്റെ മകളെ പിടിച്ചു കൊടുക്കാൻ ഒരു കുഴപ്പവും ഉണ്ടായില്ല, ഒരു അപവാദവും ഉണ്ടായില്ല കേരളത്തിൽ. വിവാഹം കഴിക്കാത്ത 34 വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആ പാപം, ആ അനുജനെ, ആ മകനെതിരെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ മുന്നിലുള്ള എല്ലാവരും ഇല്ല. ഉള്ളത് ഈ പറയുന്ന KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും. എന്താണ് ഇവരുടെ പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ജിൻഡോ ജോണിനെയും അങ്ങനെ തുടങ്ങി ഉമ്മൻചാണ്ടി സാറിന്റെ മകനെയും ഒക്കെ എന്റെ കൂടെ വേണം, എന്റെ കൂടെ വേണം, ഇവരെന്റെ കൂടെ നിൽക്കണം, ഇവരുടെ പിന്നിലാണ് ജനങ്ങള്, ഇവരുടെ കൂടെ ആണ് കോൺഗ്രസ് അണികള് എന്ന് മനസ്സിലാക്കി ഇവന്മാർ അവരെ പങ്കിട്ടെടുക്കാൻ ഇവർ ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ ഫലമായിട്ട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഒത്തൊരുമിച്ച് പോകുന്ന VD സതീശനും ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും. പിന്നീട് എന്തോ VD സതീശനൊരു തോന്നല്, ഇവന്മാരെ എന്റെ കയ്യിൽ നിന്ന് പിടിവിടുന്നു. അതിനു മുമ്പ് തന്നെ ഇവൻ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടത്തിന് കിട്ടിയില്ലെങ്കിൽ കെണിയിൽപ്പെടുത്താൻ ഈ പറയുന്ന രണ്ടാം സരിത എന്ന് പറയുന്ന അല്പവസ്ത്രധാരി ഇഷ്ടക്കാരിയായ ഈ പെണ്ണിന്റെ അമ്മയും കുടുംബവും അറിഞ്ഞു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും ഉപയോഗിക്കേണ്ട വിധം കിട്ടിയില്ലെങ്കിൽ അവനെ കെണിയിൽപ്പെടുത്താൻ ഇവർ തയ്യാർ ചെയ്ത് മുൻകൂട്ടി വെച്ച വിഷയമാണ് ഈ VD സതീശൻ ഇന്നെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. VD സതീശന്റെ ഇഷ്ടത്തിന് പുതുതലമുറ വളർന്നു വന്ന ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ജിൻഡോ ജോണും ഒക്കെ BRM ഷബീർ ഒരു വലിയ മുൻനിര, വലിയ യുവനിര കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, കോൺഗ്രസ് വിശ്വാസികൾ എല്ലാവരും എത്രമാത്രം സന്തോഷിച്ച് ഈ പിണറായി വിജയന്റെ ഭരണം, ഈ പിണറായിയെ എങ്ങനെങ്കിലും പുറത്താക്കാൻ നമ്മൾ ഇനി ഒരു 8-10 മാസം കാത്തിരുന്നാ മതി എന്ന് ആശ്വസിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങളെ വെറും വസ്ത്രം ധരിക്കാൻ ഇഷ്ടമില്ലാത്ത, വസ്ത്രം ധരിക്കാതെ നടന്നാൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന അപമാനകരമായ ഒരു കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. നിരപരാധിയായ ഉമ്മൻചാണ്ടി സാറിനെ നോക്ക്. 3.5 കോടി ജനങ്ങളുടെ ഭാവിയും കേരളത്തിന്റെ ഭാവിയും സുരക്ഷിതമെന്ന് കരുതിയ കാലഘട്ടത്തിൽ ഒരു തുണി ഉടുക്കാൻ മടിയുള്ളവർ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്ന നമ്പർ 1 കേരളം, നാണം കെട്ട കേരളം, വൃത്തികെട്ട കേരളത്തെ സൃഷ്ടിക്കാൻ നാണം കെട്ട ഏതാണ്ട് 10 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരും 5 ലക്ഷം രാഷ്ട്രീയക്കാരും ഈ നാടിനെ 3,35,35 ജനങ്ങളെ കടക്കണിയിലാക്കി വീണ്ടും ഈ കേരളത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപം ചൊരിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇതേമാതിരി അപഖ്യാതികൾ പറഞ്ഞ് മുമ്പോട്ട് പോയി കേരളത്തെ നശിപ്പിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. രാഹുൽ മാങ്കൂട്ടം വിവാഹം കഴിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ആ പ്രായത്തിനൊത്ത് അടുത്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പായിരിക്കും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നിന്നും പാലക്കാട്ടെ ജനങ്ങളെ MLA ആയി തെരഞ്ഞെടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസ് ഇപ്പോ ആ പാപം മനുഷ്യൻ, ആ സഹോദരൻ, ആ പൊന്നുമോൻ അവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി, ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ MLA ആയി തെരഞ്ഞെടുത്ത പാലക്കാട്ട് ജനങ്ങളുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷെ ചെയ്താൽ ആദ്യം എന്താ വേണ്ടേ? ആദ്യം ആ ശശീന്ദ്രനെ, ആ പടുകളവൻ, അടി മുതൽ മൂട്ടി വരെ നരച്ച പടുകളവന്റെ സംഭാഷണം നമ്മൾ കേരളം കേട്ടു.
കൊല്ലം കോഴിയായ മുകേഷിന്റെ സംഭവം നമ്മളിലുണ്ട്. സ്വപ്ന സുരേഷ് പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സകല ജന്തുക്കളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, ഇവിടെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരിക്കലെങ്കിലും പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു മൈക്കും കൊണ്ട് ചെന്ന് നിങ്ങൾ കരിമണൽ കർത്തായിക്ക് ഏത് തരം സേവനമാ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഞാൻ പറയുന്നു, പലതവണ പല രീതിയിൽ പലയിടത്തും അത്തരം ചോദ്യങ്ങൾ വന്നിട്ടും ഒരിക്കൽ പോലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ ദൃശ്യമാധ്യമ പ്രവർത്തകരോ ഒരിക്കൽ പോലും പിണറായി വിജയന്റെ മകളുടെ മുമ്പിൽ ഈ മൈക്കും കൊണ്ട് എന്ന് നിങ്ങൾ കരിമണൽ കർത്ത ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് എന്ത് തരം സേവനമാ ചെയ്തെന്ന് ചോദിച്ചിട്ട് ഒരുത്തനും മറുപടി പറയാത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജനാധിപത്യമുണ്ടോ? ഇവിടെ മതേതരത്വവും ഒക്കെ സംസാരിക്കുന്നല്ലോ. ജനാധിപത്യം ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഒരു പൗരൻ ചോദിക്കുന്നു, ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, ആ മുഖ്യമന്ത്രി കൊച്ചിയിലെ CMR എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി അവിടെ പ്രവർത്തിക്കുമ്പോൾ പൊല്യൂഷൻ സംബന്ധമായ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ആ കമ്പനി പ്രവർത്തിക്കരുത്, അതിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കേണ്ട വകുപ്പ് കൂടിയുള്ള ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയുടെ മകൾ അവിടുത്തെ ഒരു ഇടനിലക്കാരിയായി, അവിടുത്തെ ഒരു കരാറുകാരിയായി, അവിടുന്ന് മാസപ്പടി പറ്റി സകലതും വന്നിട്ട് എല്ലായ്പ്പോഴും തൊള്ള തുറന്ന് വരുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ BJP-യില്. ആ ശോഭാ സുരേന്ദ്രന്റെ സംസാരം കേട്ടാൽ പിണറായി വിജയനും മകളും കുടുംബവും ഉടൻ തന്നെ നരേന്ദ്രമോദി അകത്താക്കുമെന്ന്. നാണമില്ലേ ഇവർക്കൊക്കെ പറയാൻ? ഒരിക്കലെങ്കിലും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടോ പിണറായി വിജയന്റെ മകൾ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് എന്ത് തരം സേവനമാ ചെയ്തു കൊടുത്തേന്ന്? അത് പറയാത്തിടത്തോളം കാലം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ കേരളത്തിലെ ജനങ്ങൾ പോകാതെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും MP ഗോവിന്ദൻ CPM സെക്രട്ടറി MP ഗോവിന്ദനോടും ചോദിക്കണം, പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ശശിധരൻ കർത്തായിക്ക് ചെയ്തു കൊടുത്ത ഇതുണ്ടല്ലോ ഇടപാട്, ആ സേവനം കേരളത്തിലെ ജനങ്ങൾക്കറിയണം. പിണറായി വിജയന്റെ മകൾ പറയണം, കേരളത്തിലെ ജനങ്ങളോട് പറയണം, പിണറായി വിജയന്റെ മകൾ ശശിധരൻ കർത്തായിക്ക് ആ CMR കമ്പനിയിൽ ചെയ്തു കൊടുത്ത ആ സേവനം പറയാത്തിടത്തോളം കാലം ആ സേവനം ഡേഞ്ചറസ് ആണ്, മൈനസ് ആണ്. കേരള ജനതയുടെ മനസാക്ഷിയുടെ മുമ്പിൽ ആദ്യം പിടിക്കപ്പെടേണ്ടതും ആദ്യം ജനം വേട്ടയാടേണ്ടതും പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും ഈ പറയുന്ന VD സതീശനെയും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുമാണ്. ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും കാണുന്നത് എന്താണെന്നറിയോ? എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസിനെയും നശിച്ചോട്ടെ, ഇതെങ്ങോട്ടെങ്കിലും പോകട്ടെ. 3.5 കോടി ജനങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്കാർക്കും ഒരു കുന്തവുമില്ല. ഞങ്ങൾക്ക് പിണറായി വിജയനും പിണറായി വിജയന്റെ കൂട്ടുകക്ഷികളും മോട്ടിച്ചു വെച്ച ഈ നാട് നശിപ്പിച്ച സമ്പത്തിന്റെ ഒരു വിഹിതം അവർക്കുണ്ട്, അവർക്ക്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്ക്, കേരളത്തിൽ ജനങ്ങൾ തയ്യാറാകുക. ഈ നാടിനെയും ജനങ്ങളെയും വരും തലമുറയെയും കഷ്ടപ്പെടുത്തി അവരെ കടക്കണയിലാക്കി നട്ടം തിരിച്ച ഏതൊരു ഭരണാധികാരിയും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശപ്പ് അനുഭവിച്ച് അവർ നരകയാതന അനുഭവിക്കുമ്പോൾ കഷ്ടപ്പെടാതെ ഒരു ഗ്ലാസ് ചായക്ക് പോലും പണിയെടുക്കാത്ത ഈ കോടാനുകോടി സമ്പാദിച്ച ഇവർക്കൊന്നും ഈ ലോകത്തിന്റെ ഒരു കോണിലും സുഖമായി ജീവിക്കാമെന്ന് ഒരു സാഹചര്യവും ദൈവം തമ്പുരാൻ വരുത്തൂല. സുനിൽ സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പിണറായിയുടെ ചെറുപ്പം എന്തായിരുന്നു? പിണറായിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോകൾ കണ്ടാൽ നമുക്ക് കൃത്യമായി അറിയാമല്ലോ ഒരു ഗുണ്ടാടെ ലക്ഷണമാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, കണ്ണൂരിലെ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ 5 സെന്റ് സ്ഥലത്ത് 5-6 ഓലക്കീർ ഒടിച്ചു കുത്തിയ കൂരയ്ക്കുള്ളിൽ ഒടിഞ്ഞു കുത്തി ഗതികെട്ട് കടന്ന പിണറായി എങ്ങനെ ഇങ്ങനായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഖാക്കന്മാർ മറുപടി പറയണം. കണ്ണൂരിലെ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ 5 സെന്റ് സ്ഥലത്ത് 5-6 ഓലക്കീർ ഒടിച്ചു കുത്തിയ കൂരയ്ക്കുള്ളിൽ ഒരു ഗ്ലാസ് ചായക്ക് പണിയെടുക്കാതെ ഗതികെട്ട് ഒടിഞ്ഞുകുത്തി കടന്നവൻ ആദ്യമായി തീർത്തത് VS അച്യുതാനന്ദനെ. ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികൾ പാവങ്ങൾ അഭയമായി കണ്ടിരുന്ന VS അച്യുതാനന്ദനെ തീർത്തു, ഉമ്മൻചാണ്ടിയെ തീർത്തു.
വീണ്ടും ജനം നെഞ്ചിലേറ്റിയ രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാനാണ് ഇവിടെ ആരെങ്കിലും മുന്നിട്ടിറങ്ങുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്താതിക്ക് അതീതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി ഈ റോഡിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടുണ്ടാകും, ചാണ്ടി ഉമ്മന്റെ കൂടുണ്ടാകും, BRM ഷബീറിന്റെ കൂടുണ്ടാകും, ജിൻഡോ ജോണിന്റെ കൂടുണ്ടാകും, ആ പറയുന്ന ഷാഫി പറമ്പിലും സകല യുവാക്കളുടെയും കൂടുണ്ടാകും. നരച്ച് നാഗണ്ട കഞ്ഞിയായി വീട്ടിപ്പാലിലും കയറി ഇറങ്ങി നടക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും കേരളത്തിൽ കോൺഗ്രസിൽ ഇടമുണ്ടാവൂല, കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലിടം ഉണ്ടാവില്ല. മര്യാദയ്ക്ക് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇവർ ഇറങ്ങുവാണെങ്കിൽ മര്യാദയ്ക്ക് പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്നവരെ നിഷ്കാസനം ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റ് സ്ട്രോങ് അല്ലെങ്കിൽ, ശക്തനായ ഒരു KPCC പ്രസിഡന്റ് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല, ദൈവം തമ്പുരാനെ പോലും ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ VD സതീശനും ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പിണറായി വിജയന്റെ കൂടെ അവർ ശക്തമായി നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കും, ജനങ്ങളെ വീണ്ടും വീണ്ടും കഷ്ടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ പാതയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. സുനിൽ സാറേ, നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. രാഹുൽ മാങ്കൂട്ടം ധൈര്യമായിട്ട് പുറത്തു വരൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈപിടിച്ച് ആ അമ്മ പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങിയ അമ്മ പറയട്ടെ, എന്റെ മകനെ പാലക്കാട്ടെ ജനങ്ങൾ വിശ്വസിച്ച് MLA ആക്കിയെങ്കിൽ എന്റെ മകന്റെ കൈപിടിച്ച് പാലക്കാട്ടെ ജനങ്ങളെ ഞാൻ വീണ്ടും ഏൽപ്പിക്കുന്നു എന്നൊന്ന് പ്രഖ്യാപിക്കട്ടെ. നമുക്ക് കാണാം കേരളം എന്താകുമെന്ന്. സാറേ, ഞാൻ രോഷം കൊണ്ട് പറയല്ല, വേദന കൊണ്ട് ഞാൻ എന്റെ വേദന പങ്കുവയ്ക്കാണ്. ഇത് കേരളത്തിൽ ജനങ്ങളുടെ വേദനയായിട്ട് കണക്കെടുക്കണം. സുനിൽ സാറേ, സാറിന് ജീവൻ തന്ന് കൂടെ നിൽക്കാൻ തയ്യാറുള്ളവരുണ്ട്, ഞാനും ആ കൂട്ടത്തിലുണ്ട്. ഇനിയും കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്റെ ഈ സംഭാഷണം ഈ നാട്ടിലെ ജനങ്ങളെ സാറിന് ഇഷ്ടപ്പെട്ട് ദോഷം നമുക്ക് വരുത്തില്ലെങ്കിൽ മാത്രം ചെയ്യുക. ചെയ്യുന്നതിന് പൂർണ്ണ തൃപ്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം, നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അവരുടെ ആഗ്രഹം സാറിലൂടെ നിറവേറ്റണം. രാഹുൽ ഉയർത്തെഴുന്നേക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാറിന് സർവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെ സകല പിന്തുണയും ഞാൻ എപ്പോഴും തരുന്നതായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.